ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോണത് വേൾഡ് വൈഡിൻ്റെ 300 പ്ലേയേഴ്സിൻ്റെ പാക്കിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനകത്ത് വന്നേക്കുന്നത് ബറ്റി ടൂസ്റ്റ് ഉണ്ട്, ഓവൻ ഉണ്ട്, ഡെന്നിസ് ബെക്കംബർഗ് ഉണ്ട്, അതുപോലെ തന്നെ നെക്കാട്ട ഉണ്ട്, മാസിമോ ഒട്ടു, പിന്നെ പിന്നെ ഒരു RWF, പിന്നെ ഒരു ഗോൾ കീപ്പറും, പിന്നെ ബെക്കംബർഗുമാണ്, പിന്നെ വാൻ ബ്യൂട്ടനും ഉണ്ട്. ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് കറക്കി നോക്കി, ഒരു 8 പ്ലേയേഴ്സ് അടുത്ത് കറക്കി നോക്കി. അപ്പോൾ അതുകൊണ്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. പക്ഷെ ഒട്ടും ഫ്രീ ഇറക്കിയിട്ടും ഒട്ടും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ചിലർക്കൊക്കെ 3 എണ്ണമൊക്കെ കറക്കിയപ്പോൾ തന്നെ 3 എണ്ണത്തിനൊക്കെ കിട്ടിയവരുണ്ട്, ചിലർക്ക് 7 എണ്ണം കറക്കിയപ്പോൾ തന്നെ 2 എണ്ണം കിട്ടിയവരുണ്ട്. അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബറ്റി ടൂസ്റ്റ, വാൻ ബ്യൂട്ടൻ, അതുപോലെ തന്നെ ഓവൻ, അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. 8 പ്ലേയേഴ്സിൽ എന്തായാലും ഒരു പ്ലെയറിനെ നമുക്ക് എന്തായാലും സൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആരെയൊക്കെ എടുക്കണമെന്ന് ചിലരൊക്കെ സെലക്ഷൻ കോൺട്രാക്ട് വഴി ആരെടുക്കണമെന്നുള്ളത് മിക്കവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ബറ്റി ടൂസ്റ്റനെ എടുക്കണോ, വാൻ ബ്യൂട്ടൻ എടുക്കണോ, അതിൽ നിന്ന് ഓവൻ എടുക്കണോ, അങ്ങനെ ഞാനിപ്പോൾ നിലവിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് 3 പ്ലേയേഴ്സിനെ കുറിച്ചാണ്. ബാക്കി പ്ലേയേഴ്സിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ബറ്റി ടൂസ്റ്റ ഓൾറെഡി, ഓവൻ, ബറ്റി ടൂസ്റ്റ, പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്ലെയറും കൂടി വന്നിട്ടൊരു പാക്കിൽ വന്നതാണ്. പക്ഷെ ഓവൻ ഈ ഓവനല്ല, അതൊരു വൈറ്റ് റയൽ മാഡ്രിഡിൻ്റെ ഓവൻ അങ്ങനെ ഏതോ ആണെന്ന് തോന്നണം. അപ്പോൾ ബറ്റി ടൂസ്റ്റയുടെ കാർഡും ഓവൻ്റെ കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ബറ്റി ടൂസ്റ്റയുടെ കാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോം അൺവേറിങ് ആണ്. പിന്നുള്ളത് മറ്റവൻ്റെ ഓവൻ്റെ കാർഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം എപ്പോൾ നോക്കിയാലും കളിക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വന്ന് കിടക്കായിരിക്കും കൂടുതലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാര്യം നമ്മൾ ഫുള്ള് എക്സലൻറ്റിലിട്ട കളിക്കുന്നവർക്ക് ഓവനൊക്കെ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. ബറ്റി ടൂസ്റ്റനെ എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ബറ്റി ടൂസ്റ്റ ഓവൻ്റെ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയേണ്ടത്, ബറ്റി ടൂസ്റ്റയുടെ കാർഡ് ഫിനിഷിങ് കാര്യങ്ങൾ 95 ഉണ്ട്. അതുപോലെ തന്നെ ഓവൻ്റെ കാർഡ് 96 ഫിനിഷിങ്. അത് ഇൻസാഗിയുടെ കോച്ച് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു പ്രോഗ്രഷനും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇതിനകത്ത് കിട്ടും. പക്ഷേ ഈ ബറ്റി ടൂസ്റ്റയുടെ കാർഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിങ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, ഒരു ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ് ഒക്കെ വന്നിങ്ങനെ വന്നിട്ട് നേരെ ക്രോസ്, അതായത് റോബർട്ടോ കാർലോസ്, അതുപോലെ തന്നെ കഫു, അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ട്, പിന്നെ ഈ അടുത്ത് ഒരുത്തനെ സൈൻ ചെയ്ത് കിട്ടിയ ഒരു ക്യാമറീന്നൊക്കെ പറഞ്ഞ ഒരുത്തന, അവനൊക്കെ കോർണർ കറക്റ്റായിട്ട് അവിടുന്ന് കേളെടുത്ത് കോർണർ കറക്റ്റായിട്ട് CFലേക്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ബറ്റി ടൂസ്റ്റനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ക്വിക്ക് കൗണ്ടർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ബറ്റി ടൂസ്റ്റ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ കോർണർ എടുത്ത് നേരെ പുള്ളിയെ കൈ കിട്ടുമ്പോൾ തന്നെ നേരെ ഷൂട്ടാണ്. നല്ല പവറാണ്, കിക്കിംഗ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 95 കിക്കിംഗ് പവറും ഉണ്ട്, ഫിസിക്കൽ കോണ്ടാക്ട് 90 അടുത്ത് ഉണ്ട്, ബാലൻസ് 81 അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോളാണ്. അതെന്ന് വെച്ചാൽ നേരെ വന്നാൽ നേരെ ഷൂട്ട്, ആ പരിപാടിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരെ വന്നിട്ട് ബാലൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് 81 വരുന്നുള്ളൂ. അത് നേരെ ബാലൻസ് കാര്യങ്ങളൊക്കെ ഒരു ക്വിക്ക് കൗണ്ടറൊക്കെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓവൻ എടുക്കണമാണ് ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ. കാര്യം ഓവൻ ഒരു 93 ബാലൻസ്, കാര്യം ഫിനിഷിങ് അതുപോലെ 96 ഉണ്ട്, 90 സ്പീഡ്, 99 ആക്സിലറേഷനൊക്കെ ഉണ്ട്. പിന്നെ ഓവൻ ഒരു അത്യാവശ്യം CF ഒക്കെ ഉള്ള, അതായത് ഒരു ഇട്ടോ സാമനോ എംബാപ്പയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്ട്രൈക്കറും ഇല്ല എന്നുണ്ടെങ്കിൽ ബറ്റി ടൂസ്റ്റോ കാര്യങ്ങളൊക്കെ എടുക്കാം. വിങ് കളിക്കുന്ന ആൾക്കാരാണ്. കൗണ്ടർ അറ്റാക്ക് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്കാണ് എന്നെ എട്ടങ്ങേറാക്കിയ കാർഡാണ് ഈ പറഞ്ഞിട്ട് കൂടുതലും കളി വരുമ്പോൾ ഓവനൊക്കെ സെക്കൻഡ് ഹാഫിലാണ്ട് ഇറക്കി വിടും. ഓവനൊക്കെ സെക്കൻഡ് ഹാഫിൽ ഒരുമാതിരി കളിയാണ്, ഓട്ടിച്ചിട്ട് മനുഷ്യനെ ഇടങ്ങേറാക്കി കളയണ ഒരു കളിയാണ് ഓവൻ്റെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാണ്. ബറ്റി ടൂസ്റ്റ് നേരെ വരാം, പന്ത് അടിച്ചു കയറ്റാം. പാസ് കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ബോക്സിൽ വന്നു കഴിഞ്ഞാൽ 2 CB ഒക്കെ പെട്ടെന്ന് വട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടേക്കണം, ഇവർ 2 കളി കണ്ടേക്കണം. അപ്പോൾ CB 2 വന്നു കഴിഞ്ഞാൽ തന്നെ ഇവന് പാസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, നേരെ അടിക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ നേരെ അടിക്കുമ്പോൾ ഡിഫൻസിന് തട്ടുമോ അല്ലെങ്കിൽ പറഞ്ഞ ഡിഫൻഡേഴ്സ് ആരും വന്ന് മേത്ത് കൊണ്ട് പോകാനൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടേക്കണം. ഓവൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ക്വിക്ക് കൗണ്ടർ കളിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഓവനായിരിക്കും ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഗോൾ അടിക്കാനുള്ള ചാൻസ് ഒരു 99% ചാൻസ് കൂടുതലാണ്. കാര്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ഓടി അങ്ങോട്ട് കയറും ആള്. അപ്പൊ അതൊക്കെയാണ് ആളുടെ മെയിനായിട്ട്. പിന്നെ ഇവന്റെ കാര്യം പറഞ്ഞ നേരെ കോർണർ കിക്ക് എടുത്ത് അടിക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാർഡാണ് ബറ്റി ടൂസ്റ്റർ. നിങ്ങൾ ആരെയാണ് സൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു CF കാർഡ് എടുക്കണവർക്ക് ഇപ്പൊ അവർക്കൊരു തീരുമാനിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഓവൻ എടുക്കണോ പറ്റില്ല, അത് ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇനി പിന്നെ പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ വാൻബൂട്ടിന്റെ കാർഡാണ്. വാൻബൂട്ടിന്റെ കാർഡിൽ ഞാൻ പറയുകയാണെങ്കിൽ വാൻബൂട്ടിന്റെ CV ഇതിപ്പോ ഞാൻ രണ്ട് CF ഒരു CV മാത്രം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിർത്താം. കാര്യം വെച്ചാൽ ഒരുപാട് പ്ലേയേഴ്സിന് മൊത്തമിട്ട് നമ്മളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ട് വാൻബൂട്ടിന് 2 CF കൊടുത്ത് ചെയ്യാൻ. ഈ വാൻബൂട്ടിന്റെ കാര്യത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡിസ്ട്രോയർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാൻബൂട്ടിനെ സൈൻ ചെയ്യണം നല്ലതായിരിക്കും. ഇപ്പൊ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുഡീഗർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടോണി ആഡംസ് ഉണ്ട്, പിന്നെ നെസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരു കല്ലുള്ള വാൻബൂട്ടിൻ്റെ കാർഡ് ഉണ്ട്, അതുള്ളവർ ഒരിക്കലും സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അവർക്ക് തന്നെ മനസ്സിലാവും വാൻബൂട്ടിൻ്റെ കാർഡ് ഒരു സീൻ കാർഡ് തന്നെയാണ് ഒരു കല്ലുള്ളത്. ഈ 2 കല്ലുള്ള എടുത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാൻ പോകില്ല. അപ്പം അതുകൊണ്ട് അവർ വേറെ ഏതെങ്കിലും കാർഡ് എടുക്കണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും കാർഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല ബെറ്റർ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടാക്ലിംഗ് ഒക്കെ ഒരു 98 പോകും. ടീമിലേക്ക് ഇറക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്കോച്ചൊക്കെ ഉണ്ടെങ്കിൽ 99 വരും. കാര്യങ്ങളൊക്കെ വന്നാൽ ഹെഡിങ് ഒക്കെ നന്നായിട്ട് ചെയ്യും. ഈ ആളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇടങ്ങേറ ഒരു CF ഒക്കെ ഇട്ടു. ഇപ്പം 2 CF ഒക്കെ ഇട്ട് കളിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം എംബാപ്പെ ഇട്ടു. ഇപ്പം ഇവർ രണ്ടുപേരും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോട്ട് ഇപ്പം വാൻബൂട്ടൻ അതുപോലെ തന്നെ ജൊനാഥൻ താ അങ്ങനെയുള്ള നല്ല ഹൈറ്റുള്ള പ്ലേയേഴ്സ് വാണ്ടേ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ വാൻബൂട്ടിനൊക്കെ നല്ല പൊക്കമുണ്ട്. 197 ഹൈറ്റ് ഉണ്ട്. അപ്പൊ എന്താ പറയുക എംബാപ്പയ്ക്കൊക്കെ ഒരു 180 ആ സംതിങ് ഉള്ളു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൻബൂട്ടിൽ നിൽക്കുമ്പോൾ വാൻബൂട്ടിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ വാൻബൂട്ടിന്റെ കച്ചത്തിന്റെ അടിയിൽ ഈ ചെങ്ങായി കയറിയിരിക്കണം ഈ എംബാപ്പെ. അപ്പൊ അത്രയും മാൻ മാർക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ എംബാപ്പയ്ക്ക് എന്ത് ചെയ്ത് എംബാപ്പേനെ മാൻ മാർക്കിംഗ് ആളെ വെച്ച് ചെയ്യും. ആൾക്ക് ഓൾറെഡി മാൻ മാർക്കിങ്ങിന്റെ സ്കില്ലുള്ളതാണ്. അപ്പൊ മാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബാപ്പെ പോയിട്ട് ഒരാൾ ഗോൾ അടിക്കുക അത്രക്ക് പെർഫെക്ഷൻ. പുള്ളി വലിയ മനുഷ്യനാണ് ഈ സാധനം. അപ്പൊ ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നല്ല ബ്ലോക്കാണ്. ഞാൻ അതുപോലെ തന്നെ ഫ്രണ്ട്ലി കളിക്കാൻ എന്റെ മിക്ക കൂട്ടാന്മാരെ ഇതിന്റെ ഒരു കല്ലുള്ള കാർഡ് തന്നെ ഉണ്ട്. അതെന്നെ അടങ്ങാറാണ്. അപ്പൊ ഈ ആൾക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ്. അതായത് സ്പീഡ് 81 ഉള്ളൂ, ആക്സലറേഷൻ. പക്ഷെ നിൽക്കേണ്ട സ്പേസിൽ ക്ലിയർ ഡിസ്ട്രോയറിന്റെ പണി പക്കയായിട്ട് ചെയ്യും പുള്ളി. പക്ഷെ ഒരു പ്ലെയർ ഓടിയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും വാൻബൂട്ടിന്റെ കാർഡ് ഒരു രക്ഷയില്ലാത്ത കാർഡാണ്. CB എടുക്കാൻ നിങ്ങൾക്ക് ഒരു CB ഇല്ല, ഡിസ്ട്രോയറിന്റെ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കാർഡ് തന്നെയാണ് CB. അതുപോലെ തന്നെ CF കാർഡ് നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യണം എന്നുള്ളത് താഴത്ത് കമന്റ് ചെയ്യുക. അതിന് വാൻബൂട്ടിനെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യുക. അപ്പൊ വാൻബൂട്ടിന്റെ കാർഡിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാൻ മാർക്കിംഗ് ആൾ പക്കയായിട്ട് ഞാൻ ആ ഒരു കാര്യം മാത്രമാണ് എടുത്തു പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, ലോങ് റേഞ്ച് ഷൂട്ടിങ് ഇത് 3 ആർട്ട് സ്കില്ലായിട്ട് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അത് തന്നെ അത്യാവശ്യം സ്കിൽസ് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, റൈസിങ് ഷൂട്ട് ഉണ്ട്, ലോങ് ത്രൂ ഉണ്ട്, മാൻ മാർക്കിംഗ് ഉണ്ട്, അക്രോബാറ്റിക് ക്ലിയർ ഉണ്ട്. അതൊന്നും വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് മാൻ മാർക്കിങ്ങിൽ ഈ പുള്ളി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു ബോൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ആൾ വിടൂല. ആ ഒരു ഇത് നല്ല ഹൈറ്റുള്ള ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് പ്രത്യേകത ഉണ്ട്. അപ്പം വാൻബൂട്ടിനെ എടുക്കണോ, അതുപോലെ തന്നെ ഗബ്രിയേൽ പറ്റിറ്റൂസിനെ എടുക്കണോ, അതുപോലെ തന്നെ മോവൻ എടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണം എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അതിൽ തന്നെ നക്കാട്ട, ഒഡോ, പിന്നെ അതുപോലെ തന്നെ ബെക്കംബർഗ് ഇങ്ങനെയുള്ള ഗോൾ കീപ്പറിനെ ഒരിക്കലും എടുക്കണമെന്ന് പറയാനുള്ള ഞാനീന്ന് പറഞ്ഞ വലിയ ഷോയും കാർഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണാമി പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് ഈ ഫുട്ബോളിൽ ആടെയാണ് കാർഡിന് വലിയ പവറൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുള്ളൂ. ബാക്കി CF CBയും നല്ല CF ഇല്ലാത്ത ആൾക്കാർക്ക് CF എടുക്കാം. CB ഒട്ടുമില്ല, ഒരു ഡിസ്ട്രോയർ കാർഡില്ല എന്നുണ്ടെങ്കിൽ വാൻബൂട്ടിനെ സൈൻ ചെയ്യണമെങ്കിൽ സൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയാണ് സൈൻ ചെയ്യണം എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം. നക്കാട്ട, അതുപോലെ തന്നെ ഒഡോ, പിന്നെ ബാക്കി പ്ലേയേഴ്സിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് റിവ്യൂ ചെയ്യാം എന്തായാലും. ഇപ്പോൾ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതൊന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നേരത്തെ കിട്ടിയവരുണ്ടെങ്കിൽ 1, 2, 3 സൈഡിലൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പട്ടിച്ചൂസിനെ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് ഓവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല CBനെ സൈൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യാം. സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം.